കനത്ത മഴയിൽ കൊച്ചിയിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകി. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, കൊച്ചി നഗരത്തിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? ജില്ലയുടെ മലയോര മേഖലയിലെ അവസ്ഥ എന്താണ് ശരിക്കും? അജി, മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നിർത്താതെ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് MG റോഡ്, പാലാരിവട്ടം, ഇടപ്പള്ളി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ ഗതാഗതക്കുരുക്കും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 1 മണിക്കൂറെങ്കിലും മഴ പെയ്താൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് താഴ്ന്ന ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടത്. പ്രധാനമായും താഴ്ന്ന പ്രദേശങ്ങളിൽ കടകളിൽ വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. എന്തായാലും മഴ മുന്നറിയിപ്പാണ് ജില്ലയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. വരുന്ന 3 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള ശക്തമായ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സിജോ, ഈ കൊച്ചിയിലെ നഗരത്തിൽ പല സ്ഥലത്തും ഗതാഗത കുരുക്കുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുരുക്കൊക്കെ അഴിഞ്ഞിട്ടുണ്ടോ? അത് വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ടോ? അജി, ഗതാഗതക്കുരുക്ക് മഴയായാലും അല്ലെങ്കിലും കൊച്ചി നഗരത്തിൽ സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് മെട്രോയുടെ ജോലികളെല്ലാം നടക്കുന്നുണ്ട്, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം കൊച്ചി നഗരത്തിലുണ്ട്. പക്ഷേ മഴയൊന്ന് പെയ്താൽ അത് സ്ഥിതി രൂക്ഷമാകുമെന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇതുതന്നെയാണ് ഇന്നുണ്ടായതും. ഇപ്പോൾ നിലവിൽ ഗതാഗതക്കുരുക്കിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പാലാരിവട്ടം, കലൂര്, ഇടപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ MG റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. പോലീസ് എല്ലാം തന്നെ ഇടപെട്ട് ഇതിൽ ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ശ്രമം വാഹനങ്ങൾ നിയന്ത്രിച്ച് കടത്തിവിടുന്നുണ്ട്. ഗതാഗതക്കുരുക്കിന് ഒരു അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വെള്ളക്കെട്ട് രൂപപ്പെട്ട പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. എങ്കിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്.